മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വീണ്ടും ഒരു മുന്നണി ഒഴിയുന്നതിനിടയിലാണ് ഒരു അനാവശ്യ വിവാദം ഉണ്ടാകുന്നത്. ആദ്യം മുഖ്യമന്ത്രി വരട്ടെ, അതിനുശേഷം ബാക്കി കാര്യം പറയാം. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറ്റം ഉണ്ടാവണം, പ്രതിപക്ഷ നേതാവ് മാറണം എന്ന് താങ്കൾ പറഞ്ഞതാണ്. എന്താണ് ജനറൽ സെക്രട്ടറി ഇക്കാര്യം? അങ്ങനെ യാതൊരു ചർച്ച എവിടെ നടക്കുന്നില്ല. ഇപ്പോ ഈ വോട്ട് ചെയ്ത വോട്ടർമാർക്ക് പുറമെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും കൂടെ ഊഴം വെച്ച് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തില് ഒരു ജനവിധിയെ അപമാനിക്കുന്നതിന് തുല്യമായ ഈ ഓരോരുത്തർക്കും നടത്താൻ അവകാശമുണ്ട്. പക്ഷെ പക്ഷം പിടിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക ലോകം പോലും ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയനെ അങ്ങേയറ്റം വൾഗറൈസ് ചെയ്തുകൊണ്ട് ഒരു ജനവിധിയെ അപമാനിക്കുന്ന, അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന വോട്ടെടുപ്പിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉറങ്ങാൻ കള്ള് വേറെ കുടിക്കണമെന്ന് മലബാർ പറഞ്ഞ ശൈലി പോലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വീണ്ടും ഒരു മുന്നണി ഒഴിയുന്നതിനിടയിലാണ് ഒരു അനാവശ്യ വിവാദം ഉണ്ടാകുന്നത്. ആദ്യം മുഖ്യമന്ത്രി വരട്ടെ, അതിനുശേഷം ബാക്കി കാര്യം പറയാം. ഞാന് അത്യാവശ്യം പുസ്തകം വായിക്കുന്ന ഒരാളായതുകൊണ്ടും അത്യാവശ്യം പാട്ടൊക്കെ കേൾക്കുന്ന ഒരാളായതുകൊണ്ടും ഒരാൾ ഈ വിലക്കെടുക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ചാൽ മതി, 8 മണി 9 മണി 9:30 മണിക്ക് പത്രസമ്മേളനം നടത്തിയിട്ട് സാംസ്കാരിക നായകന്മാർ പക്ഷം പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഇതപര്യന്തമുള്ള കേരള രാഷ്ട്രീയം ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഓലല്ല സീറ്റ് കിട്ടാപ്പം നിരാശ തീർക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ആദ്യം ഈ പറയാവുന്ന ഒരു ദിവസം കൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വരട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. അല്ല, ഞാനിപ്പോ കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരിപ്പോ ഫ്ലക്സ് കീറുന്ന തിരക്കിലും പ്രകടനം നടക്കുന്ന തരത്തിലൊക്കെയാണ്. അപ്പൊ അതിനുശേഷമല്ലേ ഞാനിപ്പോ വെല്ലുവിളിയെ കുറിച്ച് ഇപ്പൊ ആദ്യം കുറെ ഫ്ലക്സ് ഒക്കെ കീറാനുണ്ട്, കുറെ പ്രകടനം നടത്താനുണ്ട്. ഇന്നലെ കുറെ പ്രകടനം നടന്നു, ഇനി നടക്കട്ടെ, അതിനുശേഷം ഞാൻ പറയാം അതിനെ കുറിച്ചിട്ട്. ഞങ്ങൾക്കിപ്പോ എന്തായാലും ഇതാണിപ്പോ ആകാംക്ഷയോട് ആളുകൾ കാത്തിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഒരു നേതാവ് ഉണ്ട്, ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. മുഖ്യമന്ത്രി വരട്ടെ. അല്ല അതെനിക്കറിയില്ല. ഞാൻ അങ്ങനെ CPM പറഞ്ഞതും ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞതും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പാർട്ടി കമ്മിറ്റി കഴിഞ്ഞിട്ട് പറയാം, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട്.